സത്യം പറഞ്ഞാൽ ഫഹദ് ഫാസിൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശരിക്കും അതിശയിപ്പിക്കുകയാണ്. അടുത്തിടെ പല അഭിമുഖങ്ങളിലും സിനിമകളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഫഹദ് ഫാസിൽ എത്തിയിരുന്നു. അപ്പോഴൊക്കെ നമ്മുടെ സൂപ്പർ നായകന്മാരെ കുറിച്ച് ചില ഗംഭീര വാക്കുകൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു. പലപ്പോഴും മോഹൻലാൽ സിനിമകളുടെ റെഫറൻസുകൾ വെച്ച് പല കാര്യങ്ങളും ഫഹദ് ഫാസിൽ പറഞ്ഞിരുന്നു. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സീസൺ എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞത് വലിയ രീതിയിൽ വൈറലായി മാറി. അമൽ നീരദിനോട് സീസൺ പോലൊരു സിനിമ റീമേക്ക് ചെയ്യണം എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. കാരണം അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനുള്ള ആഗ്രഹം തന്നെയാണ് ഫഹദിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. മോഹൻലാൽ ചെയ്ത പോലത്തെ കഥാപാത്രങ്ങൾ ചെയ്ത് ഫലിപ്പിക്കുക എന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തട്ടിയിരുന്നു. അടുത്തിടെ മോഹൻലാലുമായി ഒത്തിരി ഗെറ്റ് ടുഗദറിൽ ഫഹദ് ഫാസിൽ പങ്കെടുത്തത് നമ്മൾ കണ്ടിരുന്നു. അടുത്തിടെ ഫഹദ് ഫാസിലും മോഹൻലാലും പങ്കെടുത്ത ചില പാർട്ടികളിൽ നിന്നുള്ള ചിത്രങ്ങളും നമ്മുടെ മുന്നിൽ എത്തിയിരുന്നു. അത്രയ്ക്ക് വലിയ സൗഹൃദവും ബോണ്ടിങ്ങും ഒക്കെ ഇവർക്ക് പണ്ട് മുതലേ ഉണ്ട്. ഇപ്പോൾ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലേക്ക് ആ ബന്ധം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫഹദിന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ പൊടിതട്ടി മുന്നോട്ട് വരുന്നത്. എന്നാൽ ഫഹദ് ഇത് മാത്രമല്ല പറയുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വാക്കുകളിൽ നിന്നും അതിശയിപ്പിക്കുന്നത്. മലയാള സിനിമയിലെ മുൻനിര നടൻ ഫഹദ് ഫാസിൽ തന്റെ കരിയറിനെ കുറിച്ചും വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും അച്ഛന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും ഒക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെയായിരുന്നു മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ അതിശയിപ്പിച്ചത്. സത്യനന്ദിക്കാടിനെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് TP ബാലഗോപാലൻ MA പോലൊരു പടം ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പ്രിയദർശനെ കണ്ടപ്പോൾ ചെപ്പ് പോലത്തെ സിനിമ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ബ്ലെസി ചേട്ടനെ ഈ അടുത്ത് കണ്ടപ്പോൾ തന്മാത്ര പോലൊരു സിനിമ ആലോചിച്ചുകൂടെ എന്നാണ് ഞാൻ ചോദിച്ചത്. ഫഹദ് ഫാസിലിന്റെ വാക്കുകളായിരുന്നു ഇതൊക്കെ. ഓരോ സംവിധായകരെയും കാണുമ്പോൾ അവർ ഒരുക്കിയ ബ്രില്യൻ മോഹൻലാൽ പടങ്ങളുടെ ക്യാരക്ടറുകളുടെ റെഫറൻസ് ഉള്ള പുതിയ പടം ചിന്തിച്ചൂടെ എന്നത്. എല്ലാ മോഹൻലാൽ മൂവീസ് ആണ്. ഇത് ആരാധകർ ഏറ്റെടുത്തു. ഫഹദിന്റെ ഈ ഒരു റിക്വസ്റ്റ് ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം മോഹൻലാൽ ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ തലങ്ങൾ എത്രമാത്രം ഗംഭീരമാണെന്ന്. ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഫഹദ് അത് ചോദിക്കുമ്പോഴാണ് ശരിക്കും അതിശയിപ്പിക്കുന്നത്. കാരണം ഈ തലമുറയിലെ ഏറ്റവും ബ്രില്യൻ അഭിനേതാവ് എന്ന് പറഞ്ഞാൽ അത് ഫഹദ് ഫാസിലാണ്. മികച്ച ഒരു അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. മോഹൻലാൽ കഴിഞ്ഞാൽ എന്നൊരു വാക്ക് പലരും ഉപയോഗിക്കുമ്പോൾ അത് ഫഹദ് ഫാസിലിനെ ചൂണ്ടിക്കാണിക്കുന്ന പലരുമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. മോഹൻലാലിനെ പോലെ തന്നെ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു നടൻ തന്നെയാണ് ഫഹദ് ഫാസിൽ. അപ്പോഴാണ് ഫഹദിന്റെ ഈ ഒരു ചോദ്യം എത്തുന്നതും. അതിനൊപ്പം തന്നെ തന്റെ പിതാവും സംവിധായകനുമായ ഫാസിൽ തനിക്ക് പകർന്നു നൽകിയ ഏറ്റവും വലിയ പാഠത്തെക്കുറിച്ചാണ് ഫഹദ് പ്രധാനമായും സംസാരിച്ചത്. സിനിമയുടെ ലോകത്ത് ക്യാമറയ്ക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് അദ്ദേഹം പറയുന്നു. ഒരു നടൻ എന്ന നിലയിൽ അച്ഛനിൽ നിന്നും പഠിച്ച ഏറ്റവും നല്ല കാര്യം എന്താണ് എന്ന പേർളി മാണിയുടെ ചോദ്യത്തിന് ഫഹദ് ഫാസിൽ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഒരു അഭിനേതാവ് മാത്രമല്ല, സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ക്യാമറാമാൻ, സൗണ്ട് റെക്കോർഡിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് തുടങ്ങി എല്ലാവരുടെയും കൂട്ടായ സഹകരണത്തിലൂടെയാണ് ഒരു ഷോട്ട് പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ എല്ലാ മേഖലയിൽ ഉള്ളവരെയും ബഹുമാനിക്കാനും വിലമതിക്കാനും പഠിപ്പിച്ചത് അച്ഛനാണ്. തന്റെ കഴിവ് മാത്രം നോക്കി മുന്നോട്ട് പോയാൽ ഒരു സിനിമയും വിജയിക്കില്ലെന്നും ഫഹദ് ഫാസിൽ പറഞ്ഞു. കൂടെയുള്ളവരുടെ കഴിവുകൾ കൂടി പരിഗണിക്കുമ്പോഴാണ് ഒരു ടീം എന്ന നിലയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നത്. എന്റെ ക്രാഫ്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ അവിടെ നിന്നും പെർഫോം ചെയ്താൽ കാര്യമില്ല. ഏറ്റവും മികച്ച റിസൾട്ട് ലഭിക്കണമെങ്കിൽ ടീം വർക്ക് അനിവാര്യമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു ടീമിനെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് അച്ഛനുണ്ടായിരുന്നു. ആ ഒരു കഴിവ് പകർത്താൻ താൻ ശ്രമിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ശ്രമങ്ങളിലും അത് വിജയിക്കാറില്ലെങ്കിലും ഒരു ടീമിനൊപ്പം നിൽക്കുമ്പോൾ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകാൻ ശ്രമിക്കാറുണ്ട്. ഫാസിൽ നിന്നും പകർന്നു കിട്ടിയ ഒരു ഗുണമാണ് തന്നെ മികച്ച നടനാക്കിയതെന്നാണ് ഫഹദ് വിശ്വസിക്കുന്നത്. നല്ല സിനിമകൾ ചെയ്യണമെങ്കിൽ ഒരു മികച്ച ടീം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു ടീമിന്റെ ഭാഗമാകുമ്പോൾ അതിനെ എല്ലാവരെയും തുല്യമായി കാണാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.